ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കസ്റ്റഡിയിലെടുത്ത തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാൻ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. പിടിച്ചെടുത്ത സ്വർണവും രേഖകളും അടക്കമുള്ളവ ഇന്ന് റാന്നി കോടതിയിൽ ഉടൻ ഹാജരാക്കുമെന്ന് അറിയുന്നു. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കേരളത്തിൽ സ്വർണ്ണപ്പാളികൾ എത്തിച്ച സ്ഥലങ്ങളിലെല്ലാം തെളിവെടുപ്പ് നടത്തുന്നുണ്ട്. ഷബീദ് റാവുത്തർ കൂടുതൽ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷബീദ്, ഗുഡ് മോർണിംഗ്. ഷബീദ്, ഒരുപക്ഷെ ഈ സ്വർണ്ണക്കൊള്ളയുടെ ഒരുപാട് ദുരൂഹതകൾ മാറ്റാൻ SITക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ കൂടുതൽ നീക്കങ്ങൾ എന്തായിരിക്കും? വെരി ഗുഡ് മോർണിംഗ്. എസ്കേൻ, പലതരത്തിലുള്ള ദുരൂഹതകൾ ഇപ്പോഴും അവശേഷിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിന്റെ അടക്കം കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം SIT ഇതിന്റെ ക്രോസ് ചെക്ക് നടത്തിയത്. നിർണായകമായിട്ടുള്ള തെളിവെടുപ്പുകൾ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. സംസ്ഥാനത്തിന് പുറത്ത് ബാംഗ്ലൂര്, ബെല്ലാരി, ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തി. തെളിവെടുപ്പിൽ 576 ഗ്രാം സ്വർണം കണ്ടെടുത്തിട്ടുണ്ട്. അതിൽ 400 ഗ്രാം ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധന്റെ പക്കൽ നിന്നും ബാക്കി സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബാംഗ്ലൂരിലെ വീട്ടിൽ നിന്നുമാണ് കണ്ടെടുത്തത്. അപ്പോഴും 3 തവണകളായി ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്ന് കടത്തിയത് 4584 ഗ്രാം സ്വർണ്ണമാണ് എന്നുള്ളതാണ് ദേവസ്വം വിജിലൻസിന്റെ കണക്ക്. ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത് 576. ബാക്കി സ്വർണം എവിടെ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അതിൽ കുറച്ചധികം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ചില ഇടപാടുകളിലൂടെ മറച്ചുവിറ്റു എന്നൊക്കെയുള്ള കണ്ടെത്തൽ അത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിട്ടുണ്ട്. ഏതായാലും നിലവിൽ ഇപ്പോൾ ഈ പിടിച്ചെടുത്തിരിക്കുന്ന 576 ഗ്രാം സ്വർണവും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ റിയൽ എസ്റ്റേറ്റ് വിവരങ്ങൾ ഉൾപ്പെടെ ഉടൻ തന്നെ റാന്നി കോടതിയിൽ ഹാജരാക്കാനാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. മാത്രമല്ല ഇക്കാര്യത്തിൽ ചില ക്രോസ് ചെക്ക് അടക്കമുള്ള കാര്യങ്ങൾ നടത്തണം. ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധന് കൊടുത്തത് 400 ഗ്രാം സ്വർണം അത് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ തന്നെ ഉറപ്പിക്കാൻ ശാസ്ത്രീയ പരിശോധന ആവശ്യമാണ്. ആ ശാസ്ത്രീയ പരിശോധനയിലേക്ക് ഇന്നു മുതൽ അന്വേഷണ സംഘം കടക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതേസമയം ഗോവർദ്ധൻ നിലവിൽ ഇപ്പോൾ ഈ കേസിൽ സാക്ഷിയാണ്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ള സംശയം SITക്കുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പരിശോധന നടത്തും. കഴിഞ്ഞ ദിവസം ഈ ഗോവർദ്ധൻ നടത്തിയ ചില ഇടപാടുകളുടെ ഫോട്ടോ അടക്കം, ശബരിമലയിൽ നടത്തിയ ചില കാര്യങ്ങളുടെ ഫോട്ടോ അടക്കം പുറത്തു വന്നിരുന്നു. അപ്പോൾ അത് കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്തും. ആവശ്യമെങ്കിൽ ആ അന്വേഷണത്തിന് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വഴിവിട്ട ഇടപാടുകൾക്ക് ഗോവർദ്ധന് പങ്കുണ്ട് എന്ന് കണ്ടെത്തിയാൽ അദ്ദേഹത്തെയും പ്രതിയാക്കാനുള്ള നീക്കം അന്വേഷണ സംഘം നടത്തും. അതേസമയം നാളെയാണ് മുരാരി ബാബുവിന്റെ കസ്റ്റഡി അപേക്ഷ കോടതി പരിഗണിക്കുന്നത്. അപ്പോൾ ഈ കസ്റ്റഡി അപേക്ഷയിൽ തീരുമാനമായാൽ മുരാരി ബാബുവുമായിട്ടുള്ള തെളിവെടുപ്പുണ്ടാകും. ഇന്ന് കേരളത്തിനകത്ത് ഈ സ്വർണ്ണപ്പാളികൾ എത്തിച്ച സ്ഥലങ്ങളിൽ തെളിവെടുപ്പ് നടത്താനും അന്വേഷണ സംഘം നീക്കം നടത്തുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഷബീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.